ഇന്നലെ നമ്മൾ എന്താ പഠിച്ചത്? മണിക്കൂർ നോക്കാനല്ലേ പഠിച്ചത്. നമുക്കിന്ന് മിനിറ്റും സെക്കൻഡും നോക്കാൻ പഠിക്കാം. ഈ കാണുന്ന റെഡ് സൂചിയില്ലേ, അതാണ് സെക്കൻഡ് സൂചി. പിന്നെ ആ വലിയ സൂചിയാണ് മിനിറ്റ് സൂചി. ഓക്കേ അമ്മേ, ബാക്കിയും കൂടി പറ. ഇത് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് സെക്കൻഡ് സൂചിയും പിന്നെ മിനിറ്റ് സൂചിയുമാണ്. ഏറ്റവും കുറവ് വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ് മണിക്കൂർ സൂചി, അതായത് ഈ ചെറിയ സൂചി. ഇതാ മക്കളെ നോക്കിയേ, ഈ റെഡ് സൂചി 12ന്റെ അടുക്കുന്ന് ഒരു വട്ടം റൗണ്ടായി കറങ്ങി വീണ്ടും 12ലേക്ക് എത്തുമ്പോഴാണ് 1 മിനിറ്റ് ആവുക, അതായത് 60 സെക്കൻഡ്. ഇപ്പൊ 12 മണിയിലല്ലേ ഉള്ളത്. ഈ റെഡ് സൂചി ഇങ്ങനെ കറങ്ങി കറങ്ങി 5 ടൈംസ് കറങ്ങി 12ലെത്തുമ്പോ ആ വലിയ സൂചി 1ന്റെ അടുത്തെത്തും. അപ്പോഴാണ് നമ്മള് 12:05 എന്ന് സമയം പറയുക. ഇതിൽ ഓരോ നമ്പേഴ്സും തമ്മിൽ 5 മിനിറ്റിന്റെ വ്യത്യാസമാണ് ഉണ്ടാവുക. ഇപ്പൊ 12ന്ന് 1ലേക്ക് എത്തുമ്പോ 5, അതുപോലെ 12ന്ന് 2ലേക്ക് എത്തുമ്പോഴത്തേക്ക് 10, അങ്ങനെ 3ലെത്തുമ്പോ 15, 4ലെത്തുമ്പോ 20, 5ലെത്തുമ്പോ 25, 6ലെത്തുമ്പോ 30, അങ്ങനെയാണ് പോവുക. അപ്പൊ നമ്മളിപ്പോ ഏത് നമ്പറിലാണോ മണിക്കൂർ സൂചി ഉള്ളത് നോക്കുക. അതിനുശേഷം ഏത് നമ്പറിലാണോ മിനിറ്റ് സൂചി ഉള്ളതെന്ന് നോക്കുക. എന്നിട്ടാണ് ടൈം പറയേണ്ടത്. അമ്മ ശരിക്കൊന്ന് കാണിച്ചു തരാം. മക്കൾ പറ, ഇപ്പൊ എത്രയാ സമയമായിട്ടുണ്ടാവുക? ഇപ്പം 1 o'clock. അതല്ലേ നമ്മൾ ഇന്നലെ പഠിച്ചത് അല്ലേ. ഇനി നമുക്ക് മിനിറ്റ് സൂചി വരുമ്പോ എങ്ങനെയാ വരുമോ നോക്കാം ടൈം. ഇപ്പൊ നോക്കിയ ക്ലോക്കില് ചെറിയ സൂചിയും 1ന്റെ അടുത്താണുള്ളത്, വലിയ സൂചിയും 1ന്റെ അടുത്താണുള്ളത്. അപ്പൊ ഇപ്പൊ എത്രയായിരിക്കും ടൈം വരിക? എല്ലടാ തക്കുക്കുട്ട, അതല്ലേ മാമി ഇപ്പൊ പറഞ്ഞു തന്നത്. 1ന്റെ അടുത്ത് മിനിറ്റ് സൂചി എത്തുമ്പോ എത്രയാ പറയുക? 5, അതായത് 5. 1, 5. ഇനി ഒന്നുകൂടെ ഞാൻ കാണിക്കേ, നോക്കണേ, ശ്രദ്ധിച്ച് നോക്കണേ മക്കള്. ഇപ്പൊ നോക്കിയേ, 1ന്റെ അടുക്ക ചെറിയ സൂചിയും 2ന്റെ അടുക്ക വലിയ സൂചിയാ ഉള്ളത്. അപ്പൊ എത്രയാ നമ്മുടെ സമയം പറയുക? നിങ്ങൾ എന്നെ പറഞ്ഞാ പറഞ്ഞു തരலாம். 1ന്റെ അടുത്ത് തന്നെ വലിയ സൂചിയാണെങ്കിൽ 1, 5. അപ്പം 2ന്റെ അടുത്തേക്ക് ആവുമ്പോ അത് 10 ആവൂലേ. അപ്പൊ 1, 10 അല്ലേ ആവൂ അമ്മേ? വെരി ഗുഡ്. തക്കുകൂട്ടിന് മനസ്സിലായടാ? മാമി ഇപ്പൊ മനസ്സിലായി. ഇനി അപ്പു പറ, ഇപ്പൊ എത്ര സമയമായത്? ഇപ്പൊ 1:15 അല്ലേ മാമി? അപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയില്ലേ എങ്ങനെയാണ് ടൈം നോക്കണ്ടേ. ഇനി മെല്ലെ മെല്ലെ നിങ്ങൾ തന്നെ ക്ലോക്കിൽ നോക്കി നോക്കി പഠിക്കണം. ഓക്കെ ഓക്കെ അപ്പോട്ടെ തക്കോട്ടാ, ഇപ്പൊ സമയം എത്രയായിന്ന് പറഞ്ഞോട്ടെ. ആരതാ ശരിയാവാ നോക്കാല. വലിയ സൂചി 6ന്റെ അടുത്ത് വരെ എത്തുമ്പോ 30 അല്ലേ. അപ്പൊ പിന്നെയും 5 കൂട്ടുമ്പോ 7ന്റെ അടുത്ത് എത്തുമ്പോ 5 കൂട്ടണ്ടേ, അന്നേരം 35. അപ്പൊ 1:35. ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഐഡിയ കിട്ടിയല്ലോ. ഇനി 3 ആൾ ഇവിടെ ഇരുന്നിട്ട് പഠിക്കുക കേട്ടോ. അങ്ങനെ സമയം നോക്കി നോക്കി പഠിക്ക്. ഓക്കെ മക്കളെ, അമ്മക്ക് കുറച്ച് പണിയുണ്ട്. ഓക്കെ അമ്മേ, നമ്മൾ പഠിച്ചോളാം. ഹലോ കുട്ടിമണി, അക്കു, തക്കു. നിങ്ങൾക്ക് എന്താ ഈ ക്ലോക്ക് നോക്കിയിരിക്കുന്നേ? ഇതാരാ വന്നിനി? എടാ നോക്കിയേ, ഇതാരാ വന്നേന്ന്? ഇതാരല്ല വന്നേ? കിച്ചാട്ടരും പാറുവെച്ച് നീലുവാ. നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ അമ്മേനോട് ചോദിച്ചിട്ട് ഇന്ന് നിക്കാൻ വന്നതായിടാ. ഇന്ന് നൈറ്റ് ഫുള്ള് നമ്മൾ എവിടെയാ സ്റ്റേ ചെയ്യുന്നേ. നമുക്ക് ഇന്ന് രാത്രി അടിച്ചു പോയിട്ട് ഉറങ്ങൊന്നും വേണ്ട. നമുക്കിന്ന് രാത്രി ഒരു ഐഡിയ ഉണ്ട്. നമ്മുടെ അമ്മമ്മക്ക് ഒരുപാട് കടങ്കഥയെല്ലാം അറിയാം. നമുക്ക് എന്നിട്ട് അതിന്റെ ഒരു മത്സരം വെച്ചാലോ? എന്നാ ഞാൻ അമ്മേനെ വിളിക്കട്ടെ, നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയട്ടെ. അമ്മേ, ഇതാ കിച്ചാട്ടനും മീനേച്ചിയും നീലേച്ചിയും വന്നിട്ടുണ്ട്. അവരിന്ന് ഏരിയ പോലെ നിൽക്കുന്നേ. ഹലോ മക്കളെ.
ആ അതെ ആന്റി ചോദിച്ചു. അമ്മ പറഞ്ഞു ഇന്ന് നിന്നോ പറഞ്ഞു. എന്നെ നമുക്കിന്ന് അടിപൊളിയാക്കാം രാത്രി. എന്റെ മക്കളെല്ലാവരും ഇവിടുന്ന് കളിക്ക് കേട്ടോ. ഞാൻ എല്ലാവർക്കും ചായ എന്തെങ്കിലും കഴിക്കാനും ഉണ്ടാക്കട്ടെ. നമുക്ക് എന്നെ കളിക്കുവാ.